പൊതുവേ ശർക്കര ചേർത്തിട്ടുള്ള പായസങ്ങളുണ്ടല്ലോ, അത് ലേഡീസിനാണ് കൂടുതലും ഇഷ്ടമാവുന്നത്. എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഇന്ന് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള നല്ലൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് നുറുക്ക് സോക്ക് ചെയ്ത് വെച്ചത് ഉപ്പ് ചേർത്തിട്ട് 3 ഇരട്ടി വെള്ളത്തിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ശർക്കര അവിടെ മെൽറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ റോയൽ ഫുഡിൻ്റെ ഈ ഒരു വോക്ക് പാനിലാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്യ് ചൂടാക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശർക്കര പാനി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കമ്പൈനായിട്ട് വരണം. ആ സമയത്ത് നമുക്കിതിലോട്ട് ഏലക്കപ്പൊടിയും ജിഞ്ചർ പൗഡറും 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്കിതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാൻ. ചൂടുള്ള പാലാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും കേട്ടോ. 3 കപ്പ് പാൽ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക. വല്ലാണ്ട് തിളച്ച് മറിയണ്ട, നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ റോയൽ ഫുഡിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. കൂടാണ്ട് ആമസോൺ നൂണിലും അവൈലബിൾ ആണ്. ഈ വോക്ക് പാനിനെ പറ്റി പറയുകയാണെങ്കിൽ ഔട്ടറും ഇന്നറും ഗ്രാനൈറ്റ് കോട്ടിങ്ങുള്ള നല്ലൊരു വോക്ക് പാൻ കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്.